ഹായ് ഓൾ. നെക്സ്റ്റ് നാച്ചുറൽ പ്രൊഡക്ട്സിൽ ബാക്കിയുള്ളത് പെപ്റ്റൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടീൻസ്, ടെർപ്പീൻസ്, സ്റ്റിറോയിഡ്സ് അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ്. അപ്പോൾ ഒന്നിച്ചത് പറയാം. ആദ്യം പെപ്റ്റൈഡ്സ് എന്താണെന്നുള്ളത് പറയാം. പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡിൻ്റെയും അതുപോലെ കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെയും കണ്ടൻസേഷൻ വഴിയാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞാൽ അമൈഡാണ്, അതായത് അമീൻ ഗ്രൂപ്പും അതുപോലെ അതായത് NH2 ഗ്രൂപ്പ്സ്, ഏതെങ്കിലും ഒരു അമിനോ ആസിഡിൻ്റെ അമീൻ ഗ്രൂപ്പും പിന്നെ കാർബോക്സിലിക് ഗ്രൂപ്പ് വേറൊരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിലിക് ഗ്രൂപ്പും കൂടി കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അമൈഡ് ലിങ്കേജിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു അമിനോ ആസിഡ് എടുക്കാം, NH2 CHRCOOH പ്ലസ് വേറൊരു അമിനോ ആസിഡ് NH2 CHR-COOH. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു OHും ഈ NHലുള്ള ഒരു Hഉം, രണ്ട് H ഉണ്ട്, അതിൽ നിന്നൊരു Hഉം കൂടി പോയി എലിമിനേറ്റ് ചെയ്തിട്ട് -H2 ആയിട്ട് മാറും. പിന്നെ അവിടെ ബാക്കിയുള്ളത് NH2 CHR C ഡബിൾ ബോണ്ട് O NH CR-COOH. മനസ്സിലായില്ലേ? ഈ ലിങ്കേജിനാണ് നമ്മൾ അമൈഡ് ലിങ്കേജ്, അല്ലെ? CONH ലിങ്കേജിനാണ് നമ്മൾ അമൈഡ് ലിങ്കേജ്. അപ്പോൾ ഇതാണ് എന്ത് പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ CONH ബോണ്ട് ഫോം ചെയ്തതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അമിനോ ആസിഡ്സിൻ്റെ NH2 ഗ്രൂപ്പും അടുത്തൊരു അമിനോ ആസിഡ്സിൻ്റെ COOH ഗ്രൂപ്പും കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആ CONH എന്ന് പറയുന്ന ഒരു ലിങ്കേജ് അവിടെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, എലിമിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് OH പോവും, അമീൻ എന്നൊരു ഹൈഡ്രജൻ പോവും. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് CO ആണ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ബാക്കിയുള്ളത് NH ആണ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതാണ് എന്ത് പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, പെപ്റ്റൈഡ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ആസ് ഡൈപെപ്റ്റൈഡ്, ട്രൈപെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്. അതായത് ഡൈപെപ്റ്റൈഡ്, ട്രൈപെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്കോർഡിംഗ് as 2, 3 or large number of molecules are amino acids joined together. അതായത് ഇപ്പോൾ 2 അമിനോ ആസിഡ് മോളിക്യൂൾസ് ആണ് ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ ഡൈപെപ്റ്റൈഡ് എന്ന് വിളിക്കും. 3 അമിനോ ആസിഡ് മോളിക്യൂൾസ്, ഇപ്പോൾ ഇത് നോക്ക്, ഇത് 2 അമിനോ ആസിഡ് ആണ്. അപ്പോൾ ഇത് ഈ ഫോം ചെയ്തിരിക്കുന്നത് ഡൈപെപ്റ്റൈഡ് ആണ്, അല്ലേ? കാരണം 2 അമിനോ ആസിഡ് മോളിക്യൂൾസ് ആണ് കണ്ടൻസ് ചെയ്തത്. ഇനി 3 അമിനോ ആസിഡ് കണ്ടൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ട്രൈപെപ്റ്റൈഡ് എന്ന് പറയും. 3ൽ കൂടുതലാണെങ്കിൽ പോളിപെപ്റ്റൈഡ് എന്ന് പറയും. ഷോർട്ടർ പെപ്റ്റൈഡ്സിനെ, അതായത് 2 മുതൽ 10 വരെയുള്ള ഷോർട്ടർ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉള്ള പെപ്റ്റൈഡ്സിനൊക്കെ നമ്മൾ ഒലിഗോ പെപ്റ്റൈഡ്സ് എന്നൊരു ഗ്രൂപ്പായിട്ട് വിളിക്കാറുണ്ട്. ഒലിഗോ പെപ്റ്റൈഡ്. ഓക്കെ, ഒലിഗോ പെപ്റ്റൈഡ്സ്. CONH ബോണ്ട് ഫോം ചെയ്യുന്നതാണ് പെപ്റ്റൈഡ്. അപ്പോൾ 2 അമിനോ ആസിഡ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈപെപ്റ്റൈഡ്. 3 എണ്ണാണെങ്കിൽ ട്രൈപെപ്റ്റൈഡ്, 3ൽ കൂടുതലാണെങ്കിൽ പോളിപെപ്റ്റൈഡ്. അപ്പോൾ നമ്മളൊരു ഷോർട്ടർ ആയിട്ടുള്ള അമിനോ ആസിഡ് യൂണിറ്റ്, അതായത് 2 മുതൽ 10 വരെയുള്ള മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നതിനൊക്കെ നമ്മൾ ഒലിഗോ പെപ്റ്റൈഡ് എന്നൊരു അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എൻഡ് ഗ്രൂപ്പ്സ്. നെക്സ്റ്റ് പറയാനുള്ളത് എൻഡ് ഗ്രൂപ്പ്സ് ആണ്. എൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏതൊരു പെപ്റ്റൈഡ് എടുത്താലും അതിൻ്റെ ഒരു എൻഡിൽ ഒരു അമീൻ ഗ്രൂപ്പും മറ്റേ എൻഡിൽ ഒരു COOH ഗ്രൂപ്പും ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് എൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതൊരു പെപ്റ്റൈഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു എൻഡിൽ NH2 ഒരു എൻഡിൽ COH ആയിരിക്കും. ഇതിന് നമുക്ക് C ടെർമിനൽ എന്ന് പറയാം. ആസിഡിൻ്റെ ടെർമിനൽ ആയതുകൊണ്ട് C ടെർമിനൽ എന്നും ഇതിനെ N ടെർമിനൽ എന്നും പറയാം. അപ്പോൾ അമിനോ ഗ്രൂപ്പ് ഉള്ളതിനെ N ടെർമിനൽ എന്ന് പറയാം. ഇതിനെ നമുക്ക് C ടെർമിനൽ എന്ന് പറയാം. ഓക്കെ, പെപ്റ്റൈഡ്സിൻ്റെ കേസിൽ എന്താണ് പെപ്റ്റൈഡ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെ വരുന്നു, പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എൻഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് പെപ്റ്റൈഡ്സിൻ്റെ കേസിൽ നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അത് അതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവാത്തേ ഉള്ളൂ. പെപ്റ്റൈഡ് ബോണ്ട് എന്താണ്, അതിൻ്റെ C ടെർമിനൽ എന്താണ്, N ടെർമിനൽ എന്താണ് എന്ന കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് പ്രോട്ടീൻസ് ആർ ദി കോംപ്ലക്സ് നൈട്രോജീനിയസ് കോംപ്ലക്സസ് ഓർ കോമ്പൗണ്ട്സ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദി മെയിൻ്റെനൻസ് ഓഫ് ലൈഫ്. നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ പ്ലാന്റ്സിൻ്റെ ആയാലും ഹ്യൂമൻ ബീങ്സിൻ്റെ ആയാലും എല്ലാ ലിവിങ് തിങ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെയും ഗ്രോത്തിനും മെയിൻ്റെനൻസിനും ഒക്കെയും ആവശ്യമുള്ള ഒരു നൈട്രോജീനിയസ് കോമ്പൗണ്ടാണ് എന്ത്, ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതായത് പ്രോട്ടീൻസ് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. അതായത് നമ്മുടെ അമിനോ ആസിഡ്സിൻ്റെ കണ്ടൻസ്ഡ് പോളിമറാണ് എന്ത്, ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതായത് കുറേ അമിനോ ആസിഡ്സ് കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന ഒരു പോളിമറാണ് പ്രോട്ടീൻസ് എന്ന് പറയാം. അതായത് അമിനോ ആസിഡ്സ് കണ്ടൻസ് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ബോണ്ടിങ് ഏതാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, പെപ്റ്റൈഡ് ബോണ്ടാണ്. അപ്പോൾ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണ് എന്ത്, ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പോളിപെപ്റ്റൈഡ്സ് ഹാവിങ് മോളിക്കുലാർ മാസ് ഗ്രേറ്റർ ദാൻ 10,000. പോളിപെപ്റ്റൈഡ്സ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പോളിപെപ്റ്റൈഡ്സ് ഹാവിങ് മോളിക്കുലാർ മാസ് ഗ്രേറ്റർ ദാൻ 10,000 ആൻഡ് ഓൾസോ എന്താണ് ഇത്, കണ്ടൻസേഷൻ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് എന്ന് വേണമെങ്കിലും പറയാം. അമിനോ ആസിഡ്സ് കണ്ടൻസ് ചെയ്തിട്ടുണ്ടാകുന്ന പോളിമറാണ് എന്ത്, ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം എന്താണ്, നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് ആണ് ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ഓൺ ദ ബേസിസ് ഓഫ് മോളിക്കുലാർ സ്ട്രക്ചർ. മോളിക്കുലാർ സ്ട്രക്ചറിന്റെ ബേസിസിൽ പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഒന്നാമത്തത് ബേസ്ഡ് ഓൺ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ 2 തരത്തിലാണുള്ളത്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഫൈബ്രസ് പ്രോട്ടീൻ ആണ്, കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തത് ഗ്ലോബുലാർ പ്രോട്ടീൻ. ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്, അങ്ങനെ 2 ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ഉള്ളത്. ഫൈബ്രസ് പ്രോട്ടീൻ കൺസിസ്റ്റ് ഓഫ് ലീനിയർ ത്രെഡ് ലൈക്ക് മോളിക്യൂൾസ് വിച്ച് ടെൻസ് ടു ലൈ സൈഡ് ബൈ സൈഡ് ടു ഫോം ഫൈബേഴ്സ്. അതായത് ത്രെഡ് ലൈക്ക് മോളിക്യൂൾസ് ആണ് എന്ത്, ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഇൻ ദം ആർ ഹെൽഡ് ടുഗദർ യൂഷ്വലി ബൈ മെനി പോയിന്റ്സ് ബൈ ഹൈഡ്രജൻ ബോണ്ടിങ്. അതായത് ഓരോ പോളിപെപ്റ്റൈഡ് ചെയിനും ഫൈബ്രസിൽ ബോണ്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. ഇത് ഫൈബർ ലൈക്ക് ത്രെഡ് ലൈക്ക് പോളിമർ ആണ് ഈ ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള കെരാറ്റിൻ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ കൊലാജൻ, നമ്മുടെ സിൽക്കിലൊക്കെയുള്ള കൊലാജൻ. അപ്പം എന്താണ് കെരാറ്റിൻ, കൊലാജൻ, ഇതൊക്കെ എന്താണ്, ഫൈബ്രസ് പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻസ് ഇൻസൊല്യൂബിൾ ആണ് വാട്ടറിൽ ആൻഡ് ആർ സ്റ്റേബിൾ ടു ചേഞ്ച് ഇൻ pH ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, അതായത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ് എന്ത്, ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ, H2O, വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ് ഫൈബ്രസ് പ്രോട്ടീൻ. കെരാറ്റിൻ, സ്കിന്നിലുള്ള കെരാറ്റിൻ, സിൽക്കിലൊക്കെ കാണുന്ന കൊലാജനൊക്കെ ഫൈബ്രസ് പ്രോട്ടീൻ എക്സാമ്പിളാണ്. ഇതിലുള്ള ഓരോ ചെയിനും ലിങ്ക് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. അതുപോലെ ഇതിന് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതുപോലെ ഫൈബ്രസ് പ്രോട്ടീൻ സ്റ്റേബിൾ ആണ്.
കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിയാലോ പി എച്ചിൽ മാറ്റങ്ങൾ വന്നാലോ അത് എന്ത് ചെയ്യുന്നില്ല, ഫൈബ്രസ് പ്രോട്ടീനിൽ ഡീകമ്പോസിഷൻ ഒന്നും നടക്കുന്നില്ല. നെക്സ്റ്റ് ഗ്ലോബുലാർ പ്രോട്ടീൻ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സ്ഫിറോയിഡ് ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്, സ്ഫിറോയിഡൽ ഷേപ്പ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സ്ഫിറോയിഡൽ ഷേപ്പാണുള്ളത്. അതങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഒന്നെങ്കിൽ അതിനകത്ത് SS ബോണ്ടിങ് ഉണ്ടാവും, SS ബ്രിഡ്ജിങ് ഉണ്ടാവും, ഡൈസൾഫൈഡ് ബ്രിഡ്ജിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും, HH ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ HH ബോണ്ടിങ് അല്ലല്ലോ. ഹൈഡ്രജനും ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. നെക്സ്റ്റ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. അങ്ങനെയുള്ള കുറേ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻസ് വരുമ്പോൾ ഇതിങ്ങനെ ഒരു ഗ്ലോബുലാർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. കംപ്ലീറ്റ്ലി ഒരു സ്ഫിറോയിഡൽ ഷേപ്പ്. ഇതുപോലെ ത്രെഡ് ആയിട്ടല്ല ഉണ്ടാവുക, സ്ഫിറോയിഡൽ ഷേപ്പാണ് ഉണ്ടാവുക. ഒരു ഗ്ലോബുലാർ സ്ട്രക്ചറാണ് ഉണ്ടാവുക. അത് ഗ്ലോബുലാർ പ്രോട്ടീൻ സ്ഫെറിക്കൽ ഷേപ്പ്. അത് കാരണം അതിനകത്ത് ഡൈസൾഫൈഡ് ലിങ്കേജ് ഉണ്ടാവും, ഹൈഡ്രജൻ ലിങ്കേജ് ഉണ്ടാവും, ഇന്റർമോളിക്കുലർ ഇപ്പം ഡൈപോൾ ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിങ്ങനെ ഗ്ലോബുലർ ഷേപ്പിലായിട്ട് നിൽക്കുന്നത്. ആൻഡ് സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ആൻഡ് pH. അതായത് ടെമ്പറേച്ചറിൽ ചെറിയ ചേഞ്ചസ് വരുത്തുമ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. സെൻസിറ്റീവാണ് ടെമ്പറേച്ചർ, അതായത് സ്റ്റേബിൾ അല്ല. ഇതിന് എക്സാമ്പിളാണ് ആൽബുമിൻ, ഹീമോഗ്ലോബിൻ, HB. അതൊക്കെ എന്താണ്, ഗ്ലോബുലാർ പ്രോട്ടീനിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ, ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്, അത് എന്താണെന്നുള്ളത് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് സംഭവം എന്താണെന്നുള്ളത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഹൈഡ്രോളിസിസ്. ഈ പ്രോട്ടീൻസിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ നേച്ചർ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രോട്ടീൻസിനെ രണ്ടായിട്ട്. സിമ്പിൾ പ്രോട്ടീൻസ് മൂന്നായിട്ട്, സിമ്പിൾ പ്രോട്ടീൻസ്, കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്, ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. സിമ്പിൾ പ്രോട്ടീൻസ്, കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആൻഡ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇത്. ഒന്നാമത് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ആണ്, ഇത് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്റ്റ്. ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ് ഓഫ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളൈസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. അപ്പം അതിൽ വരുന്ന ഒന്നാമത്തത് സിമ്പിൾ പ്രോട്ടീൻ ആണ്. ഇതിങ്ങനെ എഴുതാം നമുക്ക്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ പ്രോട്ടീൻസ്, രണ്ടാമത്തത് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്, മൂന്നാമത്തത് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. ഓക്കെ, അതിൽ സിമ്പിൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഓൺ ഹൈഡ്രോളിസിസ്, ഈ സിമ്പിൾ പ്രോട്ടീൻസ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ അമിനോ ആസിഡ്സ് മാത്രമേ, സിമ്പിൾ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് മാത്രമേ കിട്ടുള്ളൂ പ്രൊഡക്റ്റായിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ എന്ന് പറയുന്നത്, സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആൽബുമിൻ. ആൽബുമിൻ ഒരു സിമ്പിൾ പ്രോട്ടീനാണ്. ഗ്ലൂട്ടനിൻ, ഓക്സിജനിൻ, കെരാറ്റിൻ, ഇതൊക്കെ എന്താണ്? സിമ്പിളാണ്. ഇതൊക്കെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് അമിനോ ആസിഡ്സ് മാത്രമാണ് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആൽബുമിൻ എന്ന് പറയുന്നത് ഏതിലുണ്ടാവുന്നതാണ്? ആൽബുമിൻ എന്ന് പറയുന്നത് നമ്മളെ വൈറ്റ് ഓഫ് എഗ് വൈറ്റില്ലേ, എഗ് വൈറ്റിൽ ഉണ്ടാകുന്നതാണ് ആൽബുമിൻ. ഗ്ലൂട്ടനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പിൽ, വീറ്റിൽ ഉണ്ടാകുന്നതാണ് ഗ്ലൂട്ടനിൻ. ഓക്സിജനിൻ എന്ന് പറഞ്ഞാൽ റൈസിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ. കെരാറ്റിൻ സ്കിന്നിൽ, നൈൽസിൽ, ഹെയർസിൽ, അതൊക്കെയാണ് എന്ത്? കെരാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ
സിമ്പിൾ പ്രോട്ടീൻസ് ബേസ്ഡ് ഓൺ ദ ഹൈഡ്രോളിസിസ്, നാച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഓൺ ദി ഹൈഡ്രോളിസിസ്. അതായത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ബേസിസിൽ സിമ്പിൾ പ്രോട്ടീൻസ്, കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആൻഡ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. അതിൽ സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് കിട്ടുക. അത്രയുള്ള ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഒരു നോൺ പ്രോട്ടീൻ പോർഷനും അമിനോ ആസിഡ്സിൻ്റെ കൂടെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഒരു നോൺ പ്രോട്ടീൻ പോർഷൻ കൂടി കിട്ടും. അമിനോ ആസിഡും നോൺ പ്രോട്ടീൻ പോർഷൻ, ഏതെങ്കിലും ഒരു നോൺ പ്രോട്ടീനസ് ആയിട്ടുള്ള ഒരു പോർഷൻ കൂടി അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ നോൺ പ്രോട്ടീൻ പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പോർഷൻ ആണ്, അതിനെയാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അപ്പോൾ ഒരു നോൺ പ്രോട്ടീൻ പോർഷനും നമ്മൾ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു നോൺ പ്രോട്ടീൻ പോർഷനും അമിനോ ആസിഡും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോ പ്രോട്ടീൻസ് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡ്, അതായത് ന്യൂക്ലിക് ആസിഡും ഒരു അമിനോ ആസിഡും കിട്ടും. ഇനി ലിപ്പോ പ്രോട്ടീൻസ് ആണെങ്കിൽ ലിപ്പോ പ്രോട്ടീൻസിൻ്റെ കൂടെ കിട്ടുന്നത് ലിപ്പിഡ്സ് കിട്ടും. ലിപ്പിഡ്സ്. ഓക്കെ, അങ്ങനെ കുറച്ച് നോൺ പ്രോട്ടീൻ. ഇപ്പോൾ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ നോൺ പ്രോട്ടീൻ ആണ്. അപ്പോൾ ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു കോൺജുഗേറ്റഡ് പ്രോട്ടീൻ്റെ എക്സാമ്പിൾ ആണ് ലിപ്പോ പ്രോട്ടീൻ. അപ്പോൾ ലിപ്പോ പ്രോട്ടീൻ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലിപ്പിഡ്സും കിട്ടും, ഒരു അമിനോ ആസിഡും കിട്ടും. അതായത് ഒരു നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഉണ്ടാവും. പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ് ഈ ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് സിമ്പിൾ ആൻഡ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് വിത്ത് ആസിഡ്സ്, ആൽക്കലീസ് ഓർ എൻസൈംസ്. അതായത് പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് സിമ്പിൾ ആൻഡ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്. സിമ്പിൾ പ്രോട്ടീൻസോ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസോ പാർഷ്യലി ഹൈഡ്രോളൈസ് ചെയ്യപ്പെടുവാണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ എക്സാമ്പിൾസ് പെപ്റ്റോൺസ്, പ്രോട്ടിയോസസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതായത് ഈ രണ്ടെണ്ണം പാർഷ്യലി ഹൈഡ്രോളൈസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 തരത്തിലുള്ള പ്രോട്ടീൻസാണ് ഉള്ളത്: സിമ്പിൾ, കോൺജുഗേറ്റഡ്, ഡിറൈവ്ഡ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് അമിനോ ആസിഡ് മാത്രമേ കിട്ടുള്ളൂ. കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അമിനോ ആസിഡ് അതിൻ്റെ കൂടെ ഒരു നോൺ പ്രോട്ടീൻ പോർഷനും കൂടെ കിട്ടും. ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി ഡീഗ്രഡേഷൻ പ്രോഡക്ട്സ് ഒബ്റ്റൈൻഡ് ബൈ ദ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് സിമ്പിൾ ഓർ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ്. സിമ്പിൾ ഓർ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസിൻ്റെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് കൊണ്ട് കിട്ടുന്നതാണ് എന്ത് ഡിറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ക്ലാസിഫിക്കേഷൻ ഇത് രണ്ടും മതി, ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറും ബേസ്ഡ് ഓൺ ദ ഹൈഡ്രോളിസിസ് പ്രൊഡക്റ്റ്. ഇനി നമുക്ക് പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ ജനറലി എങ്ങനെ വരിക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സ്ട്രക്ചർ, ഓരോ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരിക എന്നും കൂടെ പറഞ്ഞിട്ട് പ്രോട്ടീൻസ് നേരിട്ട് നിർത്താം. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഒന്നാമത്തത് പ്രൈമറി സ്ട്രക്ചർ, രണ്ടാമത്തത് സെക്കൻഡറി സ്ട്രക്ചർ, മൂന്നാമത്തത് ടേർഷ്യറി സ്ട്രക്ചർ. ഇങ്ങനെയാണ് സ്ട്രക്ചറിന് നമ്മൾ പറയുന്നത്. 3 തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്: പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ ആൻഡ് ടേർഷ്യറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ ചെയിൻസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്.
amino acids are linked to one another in a protein molecule is called primary structures. അതായത് amino acids sequence of amino acids in a chain, അതാണ് പ്രൈമറി സ്ട്രക്ചർ. ഒരു ചെയിൻ ആയിട്ട് അമിനോ ആസിഡ്സ് നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അതായത് വാലിൻ, ഹിസ്റ്റിഡിൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, ഇതിങ്ങനെ പോകണം ചെയിനായിട്ട് ഓരോ ഇതൊരു അമിനോ ആസിഡാണ്, ഇതൊന്നാണ് അങ്ങനെ ചെയിനായിട്ട് പോവുകയാണെങ്കിൽ നമുക്കതിനെ പറയാൻ തരും പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയാം. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡിങ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ടു റെഗുലർ സ്ട്രക്ചർ. ഒരു റെഗുലർ സ്ട്രക്ചറായിട്ട് ഈ പെപ്റ്റൈഡ്സ് ഫോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെയിൻ ആയിട്ടാണ് പോകുന്നത്. ഇവിടെ സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഫോൾഡിങ് ഉണ്ടാവുന്നുണ്ട്. ഫോൾഡിങ് ഓഫ് പെപ്റ്റൈഡ്സ് ടു എ റെഗുലർ സ്ട്രക്ചർ, ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഫോൾഡിങ് ഓഫ് പെപ്റ്റൈഡ്സ് ടു എ റെഗുലർ സ്ട്രക്ചർ, ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അതിൻ്റെ തന്നെ നമുക്ക് ആൽഫ ഹെലിക്സ് എന്നും ബീറ്റ ഷീറ്റ് എന്നും പറയാം. ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ബീറ്റ ഷീറ്റ്സ് എന്നും പറയാം. അതായത് ഈ സെക്കൻഡറി സ്ട്രക്ചറിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ബീറ്റ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറും ആണ്. നെക്സ്റ്റ് ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലിക്കൽ സ്ട്രക്ചറാണ്. ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹെലിക്കൽ സ്ട്രക്ചറായിട്ടാണ് വരുന്നത്. ബീറ്റ ഷീറ്റ് എന്ന് പറയുമ്പോൾ സിഗ്സാഗ് സ്ട്രക്ചർ ആയിട്ടാണ് വരുന്നത്. ബീറ്റ ഷീറ്റ് സിഗ്സാഗ് സ്ട്രക്ചർ. അപ്പോൾ ആൽഫ ഹെലിക്സിനകത്ത് ഈ സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നത് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. ഓക്കെ, ഇവിടെ സിഗ്സാഗ് ഷീറ്റ് എന്ന് പറയുമ്പോൾ പാരലൽ കൺഫർമേഷനും അതുപോലെ ആൻറ്റി പാരലൽ കൺഫർമേഷനും ഉണ്ടാവും. പാരലായിട്ടും ആൻറ്റി പാരലായിട്ടും ബീറ്റ ഷീറ്റിനകത്ത് കൺഫേം ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ബീറ്റ ഷീറ്റിൽ സ്ട്രക്ചർ വരക്കാം. ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഹെലിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ് ഉണ്ടാവുക. അപ്പം ഫോൾഡിങ് ഉണ്ടാവുമല്ലോ പെപ്റ്റൈഡ്സിന് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറായിട്ട് ഉണ്ടാവുക. ഇത് സിഗ്സാഗ് സ്ട്രക്ചറാണ് ഉണ്ടാവുക ബീറ്റ ഷീറ്റ് ആണെങ്കിൽ. അതിൻ്റെ പാരലൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരക്കാം. ഇപ്പം COONH ഇതാണ് എന്ത് ഒരു പെപ്റ്റൈഡ് ലിങ്കേജ് CHR. നെക്സ്റ്റ് പെപ്റ്റൈഡ് ലിങ്കേജ് COONH CHR. അതായത് സിഗ്സാഗ് ആയിട്ട് എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഒരു ചെയിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്, പെപ്റ്റൈഡ് ചെയിൻ. അടുത്ത പെപ്റ്റൈഡ് ചെയിൻ എന്തായിരിക്കും? ഇതുപോലെ തന്നെ ആയിരിക്കും, സെയിം പാരലൽ ആയിട്ടുള്ള കൺഫർമേഷൻ. CONH CHR COONH CHR ഇങ്ങനെ. അപ്പോൾ ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. അങ്ങനെ ഇത് പാരലൽ കൺഫർമേഷൻ ആണ്. പാരലൽ എന്ന് പറഞ്ഞാൽ ഈ പെപ്റ്റൈഡ് ചെയിൻ എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പുറത്തും പെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവുക. രണ്ടും സിഗ്സാഗ് ആയിട്ട് പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക ബീറ്റ ഷീറ്റിനകത്ത്. ഓക്കെ, അതാണ് പാരലൽ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ആൻറ്റി പാരലൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ CO ആണെങ്കിൽ ഇവിടെ NH വരും. അത് വരക്കാം. ഇതിപ്പോൾ പാരലാണ്, പാരലൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിഗ്സാഗ് വരക്കാം. സിഗ്സാഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചെയിൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. മറ്റേ ആൻറ്റി പാരലൽ സിഗ്സാഗ് ആണെങ്കിൽ, ആൻറ്റി പാരലൽ ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് CHR NH COO CHR NH COO ഇങ്ങനെയാണ് വരുന്നത്. അതായത് ആൻറ്റി പാരലാണ്. COൻ്റെ ഇപ്പുറത്ത് NH വരും. നേരത്തെ COൻ്റെ അപ്പുറത്തെ ചെയിനും CO തന്നെയായിരുന്നു. ഇവിടെ COൻ്റെ അപ്പുറത്തെ NH വരും. അപ്പോൾ ഇങ്ങനെ ബോണ്ടിങ് ഉണ്ടാവും. ഇത് ആൻറ്റി പാരലാണ്. അതായത് പാരലൽ അല്ല, ആൻറ്റി പാരലൽ. COൻ്റെ ഓപ്പോസിറ്റ് NH വരുന്നത്. നേരത്തെ രണ്ടും പാരലൽ കൺഫർമേഷൻ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ട്. ഇപ്പം പ്രൈമറി പറഞ്ഞു, സെക്കൻഡറിയിൽ ആൽഫ ഹെലിക്സ് ബീറ്റ ഷീറ്റും പറഞ്ഞു. ബീറ്റ ഷീറ്റിനകത്ത് പാരലലും ആൻറ്റി പാരലലും ഉണ്ട്. പിന്നെ ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാലൊന്നുമില്ല. അത് പ്രോട്ടീൻസ് കുറേ സ്ട്രക്ചറായിട്ട് ഇപ്പോൾ കുറേ ബോണ്ടിങ് അതിനകത്ത് ഉണ്ടാവും.
ഇത് കോവാലൻ്റ് ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ടിങ്, ഡൈസൾഫൈഡ് ബോണ്ടിങ്. അപ്പോൾ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഗ്ലോബുലാറൊക്കെ ആയിട്ട് നിൽക്കൂലേ, അതിനാണ് ടെർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചെയിൻ ആണ്, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഹെലിക്കലും സിഗ്സാഗും ആയിട്ടുള്ള ചെയിൻ. ടെർഷറി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഫോൾഡിങ് ഒക്കെ നടന്നിട്ട് ഇപ്പം ഗ്ലോബുലാർ പ്രോട്ടീൻ ഒക്കെ എങ്ങനെയാണുള്ളത്, അതാണ് എന്ത് ടെർഷറി പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ കഴിഞ്ഞു. അതുപോലെ ക്വാട്ടർണറി സ്ട്രക്ചർ ഒക്കെ ഉണ്ട്, അതായത് ഒരുപാട് സബ് യൂണിറ്റ് ഒക്കെ ചേർന്നിട്ടുള്ള ക്വാട്ടർണറി. അപ്പം നമുക്ക് അത്രയൊന്നും പോകണ്ട. പ്രോട്ടീൻസിൻ്റെ കേസിൽ അപ്പം നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ക്ലാസിഫിക്കേഷൻ എന്താണ്, സ്ട്രക്ചർ എന്താണ്, പ്രോട്ടീൻസ് എന്താണ്, എക്സാമ്പിൾസ് എന്താണ്, അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോട്ടീൻസിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടെർപീൻസ്, സ്റ്റിറോയിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, അങ്ങനെ കുഞ്ഞു പോർഷൻസ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ടെർപീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോപ്രീൻ യൂണിറ്റ്സ് ഹെഡ് ടു ടെയിൽ മാനറിൽ അറേഞ്ച് ചെയ്താലാണ് ടെർപീൻസ് കിട്ടുക. ടെർപീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോപ്രീൻ യൂണിറ്റ്സ് ഹെഡ് ടു ടെയിൽ മാനറിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടെർപീൻസ് കിട്ടും. ഐസോപ്രീൻ യൂണിറ്റ് നമുക്കറിയാം. ഐസോപ്രീൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2, ഇവിടെ ഒരു C1 2 3, ഇവിടെ കാർബൺ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ ഒരു CH3. ഇതാണ് എന്ത് ഐസോപ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ മോണോടെർപീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രീൻ യൂണിറ്റ് പറഞ്ഞാൽ ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോകും, ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് കണക്ട് ചെയ്ത് പോകുന്നതിനാണ് ടെർപീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസോപ്രീൻ യൂണിറ്റ്സ് ഹെഡ് ടു ടെയിൽ മാനറിൽ അറേഞ്ച് ചെയ്ത് പോകുന്നതിനെയാണ് നമുക്ക് ടെർപീൻസ് എന്ന് പറയാം. അപ്പം മോണോടെർപീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഐസോപ്രീൻ യൂണിറ്റാണ് ഉള്ളത്. രണ്ട് ഐസോപ്രീൻ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തതാണ് ഈ മോണോടെർപീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എത്ര കാർബൺ ഉണ്ടാവും, ഒരു ഐസോപ്രീൻ യൂണിറ്റിനുള്ളിൽ 1 2 3 4 5 കാർബൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മോണോടെർപീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഐസോപ്രീൻ യൂണിറ്റ് കമ്പൈൻ ചെയ്തതാണ് മോണോടെർപീൻ. അപ്പോൾ അതിൻ്റെ അകത്ത് 10 കാർബൺ ആറ്റം ഉള്ളത്. അതായത് ഇങ്ങനെ ഉണ്ടാവും, CH2 CH3 CH. ഇത് ഒരു ഐസോപ്രീൻ ആണ്, ഇവിടെയും ഡബിൾ ബോണ്ട് വേണം. അപ്പോൾ അത് ആ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, അടുത്ത ഐസോപ്രീനായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ CH2, അപ്പോൾ സിംഗിൾ ബോണ്ട് ആവില്ലേ, CH2 C CH CH2 CH3 ഇങ്ങനെ പോകും. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് ഐസോപ്രീൻ യൂണിറ്റ് കമ്പൈൻ ചെയ്തതാണ്. ഇതിനെയാണ് നമ്മൾ മോണോടെർപീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ടോട്ടൽ 10 കാർബൺ ആറ്റാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് സെസ്ക്വി ടെർപീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 ഐസോപ്രീൻ യൂണിറ്റ് കമ്പൈൻ ചെയ്താൽ സെസ്ക്വി എന്ന് പറയും. സെസ്ക്വി ടെർപീൻ, അതായത് 15 കാർബൺ ആറ്റം ഉണ്ടാവും. സെസ്ക്വി ടെർപീൻ. അടുത്തത് ഡൈടെർപീൻ എന്ന് പറഞ്ഞാൽ 4 ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ടാവും, 20 കാർബൺ ആറ്റം ഉണ്ടാവും. സെസ്ടെർപീൻ എന്ന് പറഞ്ഞാൽ 5 ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ടാവും, 25 കാർബൺ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ട്രൈടെർപീൻ എന്ന് പറഞ്ഞാൽ 6 ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ടാവും, 30 കാർബൺ ഉണ്ടാവും. 6 ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ടാവും, 30 കാർബൺ ഉണ്ടാവും, ട്രൈടെർപീൻ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടെർപീൻസ് എന്ന് പറഞ്ഞാൽ ഐസോപ്രീൻ യൂണിറ്റ്സ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ടെർപീൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഹെഡ് ടു ടെയിൽ മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മോണോടെർപീൻ എന്ന് പറഞ്ഞാൽ 2 ഐസോപ്രീൻ യൂണിറ്റ് ഉള്ളതാണ്. സെസ്ക്വി 3, ഡൈ എന്ന് പറഞ്ഞാൽ 4 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പേര് കേട്ടിട്ട് ഡൈ എന്ന് പറയുമ്പോൾ 2 എന്ന് എഴുതി വെക്കരുത്. അതായത് മോണോടെർപീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഐസോപ്രീൻ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഡൈടെർപീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ഐസോപ്രീൻ യൂണിറ്റ് വേണം, 2ന്റെ ഇരട്ടി 4 വേണ്ടേ. ഓക്കെ, അങ്ങനെയാണ് ഇത് ഉള്ളത്. അപ്പോൾ പേര് ഡൈടെർപീൻ എന്ന് കാണുമ്പോൾ നമ്മൾ അതിനകത്ത് 2 ഐസോപ്രീനേ ഉള്ളൂ എന്ന് വിചാരിക്കാൻ പാടില്ല. മോണോടെർപീൻ്റെ അകത്താണ് 2 ഐസോപ്രീൻ യൂണിറ്റ് ഉള്ളത്. അപ്പോൾ ഡൈടെർപീൻ്റെ അകത്ത് 2ന്റെ ഇരട്ടി 4 ഐസോപ്രീൻ യൂണിറ്റ്സ് ഉണ്ടാവും. ഇതാണ് ടെർപീൻസ് എന്നൊരു ഏരിയയിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം.
ഈ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഓർഗാനിക്കിൻ്റെ മൊത്തം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക. അതായത് റീഅറേഞ്ച്മെൻ്റ് ആണെങ്കിലും നമ്മൾ പഠിച്ച ഓർഗാനിക് സെഷൻസിൻ്റെ മൊത്തം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുമിച്ചൊരു സെഷനാക്കി ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിറോയിഡ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റിറോയിഡ്സ്. ഓക്കെ, നമ്മൾ പെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ് അതൊക്കെയും കഴിഞ്ഞു. ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് സ്റ്റിറോയിഡ്സ് ആണ് ബാക്കിയുള്ളത്. സ്റ്റിറോയിഡ്സ് എന്താണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരുപാട് ഡ്രഗ്സ് നെക്സ്റ്റ് സ്റ്റിറോയിഡ്സ് വരുന്നുണ്ട്. നമ്മൾ സ്റ്റിറോയിഡ്സ് ഒരുപാട് കേട്ടതുമാണ്. അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ബേസിക് സ്ട്രക്ചർ കുറച്ച് എക്സാമ്പിൾസ്. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു 6 മെമ്പേർഡ് റിങ്, നെക്സ്റ്റ് അതിന് തൊട്ടടുത്തൊരു 6 മെമ്പേർഡ് റിങ്, അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു 6 മെമ്പേർഡ് റിങ്, പിന്നെ തൊട്ടടുത്തൊരു 5 മെമ്പേർഡ് റിങ്. ഇതാണ് സ്റ്റിറോയിഡിൻ്റെ സ്ട്രക്ചർ. ഇവിടെ ABCD ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് സ്റ്റിറോയിഡിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റിറോയിഡിനും ഓരോ സ്ട്രക്ചർ ആയിരിക്കും. ബേസിക് ആയിട്ട് നമുക്ക് ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ വരക്കാം. കൊളസ്ട്രോൾ ഒരു എന്താണ്, സ്റ്റിറോയിഡാണ്. കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 6 മെമ്പേർഡ്, പിന്നെ ഒരു 6 മെമ്പേർഡ് റിങ്, പിന്നെ ഒരു 5 മെമ്പേർഡ് റിങ്, ഇങ്ങനെയാണുള്ളത്. ഇവിടെ ഒരു OH. ബേസിക് സ്ട്രക്ചർ വരക്കാം. പിന്നെ ഓരോ സ്റ്റിറോയിഡിനും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒരു ഹൈഡ്രജൻ ബാക്ക് ബോൺ, ഇവിടെ ഒരു OH, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്. ഇതാണ് എന്ത് ബേസിക് സ്ട്രക്ചർ, കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ. ബേസിക് സ്റ്റിറോയിഡിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. കൊളസ്ട്രോളിൽ അതിന് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറും ആദ്യം ബേസിക്കലി ഒരു 3 6 മെമ്പേർഡ് റിങ്ങും ഒരു 5 മെമ്പേർഡ് റിങ്ങും വരക്കാം. എന്നിട്ട് ഇവിടെ ഒരു OH, ഇവിടെ ഒരു CH3. ബ്രാഞ്ചസ് വ്യത്യാസം ഉണ്ടാവും ഓരോ സ്റ്റിറോയിഡിനും. ഇവിടെ ഒരു CH3, ഇവിടെ ഡബിൾ ബോണ്ട്. ഇതാണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ ഇതുപോലത്തെ സ്ട്രക്ചർ വരുന്നത് മിക്കവാറും എന്തായിരിക്കും, സ്റ്റിറോയിഡ്സ് ആയിരിക്കും. സ്റ്റിറോയിഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. മീൻസ് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്ന് കാണാറില്ലാത്തതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ 2 എക്സാമ്പിൾസ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് സ്റ്റിറോയിഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ന്യൂക്ലിയസിനകത്ത് കാണുന്ന ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആണ് എന്ത് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, ന്യൂക്ലിയോസൈഡ്സ് ഉണ്ട്. ബയോളജിയിൽ പഠിച്ചതാണ്, കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാം. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ബേസ്, പിന്നെ എന്തുണ്ടാവും, ഷുഗർ. ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്, ഇത് മൂന്നും കൂടിയതാണ് എന്ത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ബേസും ഷുഗറും മാത്രമാണെങ്കിൽ നമ്മളത് ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഇപ്പോൾ ന്യൂക്ലിയോടൈഡ് പ്രോട്ടീൻസും ന്യൂക്ലിയോസൈഡ് പ്രോട്ടീൻസും, അതായത് ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ്. ന്യൂക്ലിക് ആസിഡ്സ് ആണ് പറയുന്നത്. അതിൽ ന്യൂക്ലിയോ സൈഡും ന്യൂക്ലിയോടൈഡും ഉണ്ട്. ബയോളജിയിൽ നമ്മൾ +2 പഠിക്കുന്ന കാര്യമാണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് ബേസ് പ്ലസ് ഷുഗർ ഓൺലി, ഫോസ്ഫേറ്റ് ഇല്ലാതെയാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 ബേസസ്. RNA എന്ന് പറയുന്നത് എന്താണ്, റൈബോസ് ഷുഗർ ആണ്. ഓക്കെ, DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ഷുഗർ ആണ്. സോ 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്സ് ആണുള്ളത്, DNA ആൻഡ് RNA. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും. ഓക്കെ, DNA ആൻഡ് RNA. അപ്പോൾ 4 ബേസസ് ആണ് DNAക്ക് അകത്തുള്ളത്. 2 പ്യൂരിൻ ഡെറിവേറ്റീവും 2 പിരമിഡിൻ ഡെറിവേറ്റീവും ആണുള്ളത്. അപ്പോൾ ബേസസ് ഇൻ DNAക്ക് അകത്തുള്ള ബേസസ് ഏതൊക്കെയാണ്, 4 ബേസസ് ആണുള്ളത്. DNA അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പഠിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നേ ഉള്ളൂ ഇതിനെ കുറിച്ചിട്ട്. 4 അതിൽ 2 എണ്ണം പ്യൂരിൻ ഡെറിവേറ്റീവ്സും 2 എണ്ണം പിരമിഡിൻ ഡെറിവേറ്റീവ്സും ആണ്. പ്യൂരിൻ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്, അഡിനിൻ, ഗ്വാനിൻ. ബയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേത് സൈറ്റോസിൻ, തൈമിൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അഡിനിൻ്റെ സ്ട്രക്ചർ വരുന്നത് നൈട്രജൻ കണ്ടെയ്നിങ് ആണ്. ഇപ്പോൾ സ്ട്രക്ചേഴ്സ് ബേസസ് 4 ബേസസിൻ്റെ സ്ട്രക്ചേഴ്സ് വരക്കാം. NH2 NH, ഇതാണ് അഡിനിൻ.
ഓക്കെ, ഇതാണ് അഡിനിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് ഗ്വാനിൻ NH2 N ഡബിൾ ബോണ്ട് O N ഡബിൾ ബോണ്ട് N. ഇതാണ് എന്ത് ഗ്വാനിൻ എന്ന് പറയുന്നത്, ഗ്വാനിൻ. നെക്സ്റ്റ് സൈറ്റോസിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ത് സൈറ്റോസിൻ. അതായത് ഇവിടെ ഡബിൾ ബോണ്ട് അല്ല, ഇവിടെ NH2 ആണ്. ഇതാണ് സൈറ്റോസിൻ. തൈമിൻ എന്ന് പറയുന്നത് ഇതാണ് 4 ബേസസ് വരുന്നത്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അതിൽ 2 പ്യൂരിൻ ഡെറിവേറ്റീവ്സ് ആണ്. ഏതൊക്കെ? അഡിനിനും ഗ്വാനിനും. പ്യൂരിൻ ഡെറിവേറ്റീവ്സ്, അതായത് 2 റിങ് വരുന്ന പ്യൂരിൻ ഡെറിവേറ്റീവ്സ്. പിരമിഡിൻ ഡെറിവേറ്റീവ്സ് ആണ് ഇത് രണ്ടും. പിരമിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ് സൈറ്റോസിനും തൈമിനും. ഇത് 4 എന്താണ്? DNA-ക്കകത്തുള്ള 4 ബേസസ് ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. RNA-ക്കകത്ത് 4 ബേസസ് ആണുള്ളത്. ഇപ്പൊ DNA-ക്കകത്തുള്ള 4 ബേസസ് പറഞ്ഞു. RNA-ക്കകത്ത് 4 ബേസസ് ആണുള്ളത്. ഇപ്പൊ ബേസസ് ഇൻ RNA ഇവിടെ എഴുതാം. ബേസസ് ഇൻ RNA. RNA-ക്കകത്തുള്ള ബേസസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് RNA-ക്കകത്ത് അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, നെക്സ്റ്റ് യുറാസിൽ ഉണ്ട്. യുറാസിൽ. അപ്പോൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. അതായത് ഇവിടെ തൈമിന് പകരം, DNA-ക്കുള്ള തൈമിന് പകരം RNA-യിൽ യുറാസിലാണ്. യുറാസിലിന്റെ സ്ട്രക്ചർ വരക്കാം. ഇതാണ് യുറാസിലിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് യുറാസിൽ. അപ്പോൾ അഡിനില് മീൻസ് DNA-ക്കകത്ത് തൈമിന് പകരം RNA-ക്കകത്ത് യുറാസിലാണ്. ബാക്കിയൊക്കെ സെയിം ആണ്. 4 ബേസസ് തന്നെയാണ് ഉള്ളത്. ഇവിടെ യുറാസിലാണ് RNA-ക്കകത്ത് ഉള്ളത്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്താണ്, ന്യൂക്ലിയോസൈഡ് എന്താണ് എന്നറിയാം. 2 തരം ന്യൂക്ലിക് ആസിഡ്സ് ആണ് DNA, RNA. അതിനകത്തുള്ള ബേസസ് ഏതൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് നാച്ചുറൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടോപ്പിക്കാണ്. 1 or 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചെറിയ ടോപ്പിക്കാണ്. പക്ഷെ നമ്മളിത് എക്സാമ്പിൾസ് അതുപോലെ കാര്യങ്ങൾ പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അപ്പോൾ അതിനകത്ത് വിട്ടുപോയ കാര്യങ്ങൾ ആ സമയത്ത്